എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പിന്നെയും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇതേവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നമ്മളുടെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. വളരെ നല്ലൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററായ ഇക്വിലിബ്രിയം. വളരെ നല്ലൊരു ചാപ്റ്ററാണ്, വളരെ വലിയൊരു ചാപ്റ്ററാണ്. +1 ഒരു വലിയ ചാപ്റ്റർ എന്ന് തന്നെ പറയാം. വലിയൊരു ചാപ്റ്ററാണ് ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററുമാണ്. അത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എല്ലാ സെക്ഷനും നമുക്ക് ഒരേ കണക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾക്ക് സെക്ഷൻ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എല്ലാ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെക്ഷനും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. നമ്മൾ എല്ലാ സെക്ഷൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും, എല്ലാ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പം എപ്പോഴത്തെയും കണക്ക് തന്നെ ഈ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഓരോ സെക്ഷൻസും ഏതാണെന്ന് ആദ്യം നോക്കാം. അതിനെപ്പറ്റി ഔട്ട്ലൈൻ ഞാൻ തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ചാപ്റ്റർ +2ഉം 2 ചാപ്റ്റർ +1ഉം ആണ്. ഇനി നമ്മൾ +1 മൂന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ആണ്. ഒരു വലിയൊരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററും കൂടിയാണ്. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഏത് മെത്തേഡ് വെച്ച് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടാത്തൊരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ ചാപ്റ്ററെ ഞാൻ ഒരു 5 സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, KP, KC അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. റിയാക്ഷൻ കോഷ്യന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാ? കെമിക്കൽ ഇക്വിലിബ്രിയം. ദെൻ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. ഇതിനെ ഞാൻ സൈഡിലായിട്ട് മാർക്കിംഗ് കൊടുക്കുകയാണ്. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ് എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഒരുപാട് വട്ടം ചോദിക്കാറുണ്ട്. റിപ്പീറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻസ് നമുക്ക് കയറി വരാറുണ്ട്. അത്രയും നല്ലൊരു ടോപ്പിക്കാണ് ഈ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ്. ഓക്കെ, മൂന്നാമത്തെ എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ്, അയോണിക് ഇക്വിലിബ്രിയം. ആക്ച്വലി ഈ ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ് വരുന്നത് അയോണിക് ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷെ എന്നാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അയോണിക് ഇക്വിലിബ്രിയ എടുത്ത് പഠിക്കാറുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സാൾട്ട്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റൊക്കെ അറിയാലോ. അറീനിയസ്, ലോറി ബ്രോൺസ്റ്റഡ്, ലുവിസ്, അങ്ങനെ കുറച്ച് കൺസെപ്റ്റൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. പക്ഷെ മൂന്നാമത്തെ സെക്ഷനിൽ അയോണിക് ഇക്വിലിബ്രിയെ പറ്റിയാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഡിസോസിയേഷൻ, അങ്ങനെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, KB, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇല്ല. അതിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബഫർ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബഫർ സൊല്യൂഷൻസ് ആണ്. അപ്പം ഈ 4 സെക്ഷൻ കൂടാതെ നമുക്ക് ഒരു സെക്ഷനും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഈ ബഫർ സൊല്യൂഷനകത്ത് ഞാൻ ഒരാളെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുകയാണ്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ സെക്ഷൻ കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. രണ്ടാമത്തത് ആസിഡ്, ബേസസ് ആൻഡ് സാൾട്ട്സ് ആണ്. മൂന്നാമത്തത് അയോണിക് ഇക്വിലിബ്രിയം ആണ്. നാലാമത്തത് ബഫർ സൊല്യൂഷൻസ് ആണ്. ബഫർ സൊല്യൂഷന്റെ കൂടെ ഞാൻ ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസും കൂടെ ഉൾപ്പെടുത്തുകയാണ്. അതും കൂടി ഉൾപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഞാൻ അതൊരു അടുത്തൊരു സെക്ഷനായിട്ട് പറയേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ബഫർ സൊല്യൂഷൻ്റെ കൂടെ ഞാൻ അതും കൂടെ പറഞ്ഞേക്കാം. ബഫർ സൊല്യൂഷൻ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം ഒരുപാട് ആൾക്കാരെ തന്നിട്ട് ഇതിൽ ഏത് ബഫർ സൊല്യൂഷൻ, ഇത് ഏത് ബഫറാണ്, അസിഡിക് ബഫറാണോ ബേസിക് ബഫറാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. ദെൻ അഞ്ചാമത്തെ സെക്ഷൻ, കമ്മിങ് ടു അഞ്ചാമത്തെ സെക്ഷൻ ആണെങ്കിൽ അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ആണ് അഞ്ചാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ്സ് സോലിബിലിറ്റി പ്രൊഡക്റ്റ്. സോലിബിലിറ്റി പ്രൊഡക്റ്റ്. ഇങ്ങനെ 5 സെക്ഷൻസ് ആണ് നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇക്വിലിബ്രിയം. ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ +1 പഠിക്കുമ്പോഴത്തേക്ക് അത്ര കാര്യമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. കാരണം
പലപ്പോഴും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കാറില്ല, കാണാതെ പഠിച്ചിട്ട് പോയി എക്സാം എഴുതും. പക്ഷെ നമുക്ക് ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഈക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൻ്റെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈക്വിലിബ്രിയം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഓരോ സെക്ഷൻസ് ആയിട്ട് എല്ലാ ചാപ്റ്ററിനും നമുക്കറിയാലോ, നിങ്ങളിപ്പോൾ കണ്ട് ഫ്ലോ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ ചാപ്റ്ററിനെയും ഓരോ സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ആ സെക്ഷൻ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് ചെയ്യത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കി തരിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ ആ സെക്ഷൻ നമ്മളുടെ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരികയല്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് എളുപ്പവഴി എന്താണ്, കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് ഓവറോൾ ഐഡിയ പറയും. കൺസെപ്റ്റ് പറയുന്നില്ല നമ്മൾ ഒരിക്കലും പറയില്ല. നിങ്ങളിപ്പം 5 ചാപ്റ്ററോളം നിങ്ങൾ ഏകദേശം ഫ്ലോ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതൊരു ഐഡിയ കിട്ടിക്കാണും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ 5 സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് സെക്ഷൻ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ആദ്യത്തെ സെക്ഷൻ തന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. അത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് ഐഡിയ തന്നതിന് ശേഷം ഈ കെമിക്കൽ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒന്നാമത്തെ സെക്ഷനിലോട്ടാണ്. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, റിയാക്ഷൻ കോഷ്യന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, പ്രഷർ, പിന്നെ ഒരു ഇക്വേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സിൽ അറിയാമല്ലോ, ആസിഡ് ഡെഫിനിഷൻ, ബേസിൻ ഡെഫിനിഷൻ, സോൾട്ടിന്റെ ഡെഫിനിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ദെൻ അയോണിക് ഇക്വിലിബ്രിയം അറിയാമല്ലോ, അയോൺസിന്റെ ഇക്വിലിബ്രിയം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ദെൻ ബഫർ, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ബഫർ സൊല്യൂഷനും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസും, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് ഈ അയോണിക് ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് pHും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഡിസോസിയേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസിൽ നമുക്ക് എന്താ pHുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ അതിനുശേഷം സോലിബിലിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇത് വളരെ വലിയൊരു ടോപ്പിക് തന്നെയാണ്. ഒരുപാട് നിങ്ങൾ ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ ചോദ്യങ്ങൾ കൂടുതലും സോലിബിലിറ്റി പ്രൊഡക്റ്റും ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്സും നമ്മളുടെ ഈ അയോണിക് ഇക്വിലിബ്രിയം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ കെമിക്കൽ ഇക്വിലിബ്രിയം കണ്ടോ, അതും നല്ലൊരു ടോപ്പിക്. അതിനകത്തും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം ചോദിച്ചാൽ അടുത്ത വർഷം ചോദിക്കും, അത് മസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ അത്രയും കണക്ക് ബൾക്ക്നെസ് ക്വസ്റ്റ്യൻസിനകത്തില്ല. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അന്ന് ചോദിക്കുള്ളൂ. പക്ഷെ എല്ലാ വർഷം ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അവർ ഒഴിച്ചു കൂടാൻ പറ്റാതെ അവർ ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. ബാക്കിയുള്ള ടോപ്പിക്സ് ഞാൻ കളയാണ്. സോ നമ്മൾ നേരെ പോകുന്നത് അയോണിക് ഇക്വിലിബ്രിയത്തിലോട്ടാണ്, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം കെമിക്കൽ ഇക്വിലിബ്രിയം എടുക്കുകയാണ്. ഞാനൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ പരിചയമുള്ള റിയാക്ഷൻ തന്നെയാണ് AA+BB റിവേഴ്സിബിളി ഗീവ്സ് CC+DD. എന്തുകൊണ്ട് റിവേഴ്സിബിൾ ആരോ ഇട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നമുക്ക് 2 ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്, റിവേഴ്സിബിൾ റിയാക്ഷനും ഇറിവേഴ്സിബിൾ റിയാക്ഷനും. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് റിയാക്ഷൻ ആണ്, ഒരു സൈഡിലോട്ട് മാത്രമേ നടക്കൂ. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക, അതാണ് റിയാക്ഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വേറെ ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്, റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സൈഡിലോട്ട് നടക്കും. അതായത് റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും, തിരിച്ച് പ്രോഡക്റ്റ് എന്തായിട്ട് മാറുകയും ചെയ്യും, റിയാക്ടന്റ് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയുള്ള റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ആദ്യം പറഞ്ഞത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, ഒരു സൈഡിലോട്ട് മാത്രമേ നടക്കത്തുള്ളൂ. അത് മോസ്റ്റ് പ്രോബബ്ലി റിയാക്ടന്റ് എന്തായിട്ട് മാറുകയായിരിക്കും, പ്രോഡക്റ്റ് ആയിട്ട് മാറുകയായിരിക്കും. ഓക്കെ, ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വിലിബ്രിയത്തെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ കെമിക്കലിന്റെ മീനിങ് എന്ന് പറയുന്നത് അതൊരു റിയാക്ഷൻ ആയിരിക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. അതായത് റിയാക്ടന്റും പ്രോഡക്ട്സും കാണും. അങ്ങനെയുള്ള കേസിൽ അപ്ലൈ ചെയ്യുന്ന ഇക്വിലിബ്രിയത്തെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. റിയാക്ടന്റും കാണും, ഒരു പ്രോഡക്റ്റും കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ അപ്ലൈ ചെയ്യുന്ന ഇക്വിലിബ്രിയത്തെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം നടക്കണം, അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കണം. റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് നമ്മൾ ഡബിൾ ഹെഡഡ് ആരോ യൂസ് ചെയ്യുന്നത്. വേറൊരു റിയാക്ഷൻ ഉണ്ട്, സിംഗിൾ ഹെഡഡ് ആരോ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അത് ഒരു സൈഡിലോട്ട് മാത്രമേ നടക്കത്തുള്ളൂ. ഡബിൾ ഹെഡ് മീൻസ് 2 സൈഡിലോട്ട് നടക്കും. ഓക്കെ, അതിൽ
ഇത് റിയാക്ടന്റ് സൈഡ്, ഇത് പ്രൊഡക്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നതെല്ലാം റിയാക്ടന്റും റൈറ്റ് സൈഡിൽ എഴുതുന്നതെല്ലാം പ്രൊഡക്റ്റും ആയിരിക്കും. റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേര് ഫോർവേഡ് റിയാക്ഷൻ എന്നും, മുന്നോട്ട് നടക്കുന്ന റിയാക്ഷൻ. തിരിച്ച് പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ, തിരിച്ച് നടക്കുന്ന റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും ഇതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഇനി എന്താണ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ, ഒരു ടൈം കഴിയുമ്പോഴേക്കും റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിൻ്റെയും പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുന്നതിൻ്റെയും റേറ്റ് സെയിം ആയിരിക്കും. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിൻ്റെയും പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുന്നതിൻ്റെയും റേറ്റ് സെയിം ആയിരിക്കും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും ഡൗട്ട് വരുന്ന സെക്ഷൻ ഇതാണ്. ഇക്വിലിബ്രിയം ആകുമ്പോൾ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ സെയിം അല്ല. പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റ്, ഇതെന്താ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, ഇതെന്താ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇവിടെ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ഒരിക്കലും ഈക്വൽ അല്ല. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നതാണ് ഇക്വിലിബ്രിയം എന്ന് വിചാരിക്കും. റോങ്, ഡെഫിനറ്റ്ലി റോങ് ആണ്. കാരണം എന്താ, ഇക്വിലിബ്രിയം ആകുമ്പോൾ പ്രൊഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷൻ സെയിം അല്ല. അവിടെ എപ്പോഴും കൂടി നിൽക്കുന്നത് പ്രോഡക്റ്റ് തന്നെയാണ്. ഇക്വിലിബ്രിയം ആയാലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രോഡക്റ്റ് തന്നെയാണ് കൂടി നിൽക്കുന്നത്. കാരണം നമ്മൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്, റിയാക്ഷൻ നടക്കുന്ന ഇങ്ങനെ നമ്മൾ റിയാക്ടന്റ് എടുക്കുന്നു, പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ റിയാക്ടന്റ് ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം നമ്മുടെ കയ്യിൽ റിയാക്ടന്റ് മാത്രമല്ല, ഒരു 100 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. അതിങ്ങനെ 99 98, അതായത് എല്ലാം പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. 97 96 95 94 93 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് എല്ലാം പ്രോഡക്റ്റ് അവിടെ 1 2 3 എന്ന് പറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് കുറയുന്നതിനനുസരിച്ച് അവിടെ കൂടിക്കൊണ്ടിരിക്കുക പ്രോഡക്റ്റിന്റെ സൈഡിൽ. അപ്പോൾ കുറേ നേരം കഴിയുമ്പോഴേക്കും, അതായത് ഏകദേശം റിയാക്ടന്റ് ഒരു പകുതി, 1/4 ഭാഗവും കഴിഞ്ഞു. അതായത് പ്രോഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഡക്റ്റ് പകുതിയായി, പ്രോഡക്റ്റിൽ 1/4 ഭാഗമായി ഇങ്ങനെ നിൽക്കുന്നു. അതായത് റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ നോക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും ചെയ്യും. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഇൻസ്റ്റന്റ് കഴിയുമ്പോൾ, പ്രത്യേക ടൈം കഴിയുമ്പോഴേക്കും നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക മീൻ ചെയ്യുന്നത് പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആയി എന്നല്ല. അങ്ങനെയാണ് നിങ്ങൾ ഇതേവരെ വിചാരിച്ചിരുന്നെങ്കിൽ അത് മറന്നേക്കുക. റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ സെയിം അല്ല. അവിടുത്തെ മീനിങ് ഇത്രയേ ഉള്ളൂ. അവിടെ കൂടി നിൽക്കുന്നത് ആര് തന്നെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് തന്നെയാണ് ആരെക്കാട്ടിയും കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിനെ കാട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് തിയറി വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തിയറിയും കൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് കൂടുതലായിട്ട് ആര് തന്നെയാണുള്ളത്? പ്രോഡക്റ്റ് തന്നെയാണുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പറയുക. ഇക്വിലിബ്രിയം ആകുമ്പോൾ അവിടെ കൂടി നിൽക്കുന്നത് പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൂടുകയാണ്, റിയാക്ടന്റ് എമൗണ്ട് കുറയുകയുമാണ്. അത് ഒരു മാറ്റവുമില്ല, അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് ഇക്വിലിബ്രിയത്തിന്റെ മീനിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയുക. അവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. സപ്പോസ് എൻ്റെ 5 റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി എന്ന് വിചാരിക്കും. ഇക്വിലിബ്രിയം ആയപ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ 20ഉം പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ 80ഉം ആണെന്ന് വിചാരിക്കുക. അതായത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കൂടുതലും, ഇക്വിലിബ്രിയം ആയ സമയത്താണ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഇനി എന്താണ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് 5 പേര് പ്രോഡക്റ്റ് ആയിട്ട് മാറി എന്ന് വിചാരിക്കും. അപ്പം ഇവിടെ എത്രയായി? 15 ആയി. ഇവിടെ എത്രയായി? 85 ആയി. ശരിയല്ലേ? ഇവിടുത്തെ 5 പേര് പ്രോഡക്റ്റ് ആയിട്ട് മാറിയപ്പോൾ ഇവിടെ 15 ആയി. 20 15 5 പേര് കുറഞ്ഞു, ഇവിടെ 5 പേര് കൂടി. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇവിടുന്ന് എത്ര പേര് അങ്ങോട്ട് പോയോ അവിടുന്ന് അത്രയും പേര് തിരിച്ചു വരും. അവിടുന്ന് അത്രയും പേര് തിരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 5 പേര് തിരിച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ 80 തന്നെയാവും. ഇവിടെ 5ഉം കൂടെ കൂട്ടി 20 ആവും. ഇവിടുന്ന് എത്ര പേര് അങ്ങോട്ട് പോയോ അവിടുന്ന് അത്രയും പേര് തന്നെ തിരിച്ചു വരും. അപ്പം നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 20 ആയിരുന്നു, ഇവിടെ 80 ആയിരുന്നു. റിയാക്ഷൻ നടന്നു, പക്ഷെ നടന്നതിന് ശേഷം എത്ര തന്നെ? 20 80 തന്നെ. അപ്പം നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കും. ഇക്വിലിബ്രിയം ആകുമ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല, അതും തെറ്റാണ്. ഇക്വിലിബ്രിയം ആകുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നല്ല, അവിടെ നടക്കുന്നുണ്ട്. അവിടെ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്, പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുന്നുണ്ട്, അവിടെ അത് നടക്കുന്നുണ്ട്. പക്ഷെ എന്താ നടക്കുന്നത്? സെയിം ആയിട്ടാണ്. അതായത് എത്ര പ്രോഡക്റ്റ് റിയാക്ട് അല്ലെങ്കിൽ റിയാക്ടന്റ് എത്ര എണ്ണം പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നോ അത്രയും പ്രോഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറും. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ്. ഇവിടെ 10 പേര്, അവിടെ 10 പേര്. ഓക്കെ, ഇവിടെ 10 പേര്, അവിടെ 15 പേര്. അവിടെ നിന്ന് 5 പേര് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് 5 പേര് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ 15 ഇവിടെ 10 തന്നെയാവും. അപ്പോൾ നമുക്ക് ഇന്നെഫക്റ്റ് പുറത്ത് നോക്കുന്നതിനൊക്കെ എന്താ കാണപ്പെടുന്നത്? നേരത്തെയും അത് തന്നെയായിരുന്നു,
അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിന് ശേഷം അത് തന്നെയാണ്. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതും റോങ് ആണ്. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും റോങ് ആണ്. ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, റിയാക്ഷൻ ഹാപ്പനിങ് ആണ്. റിയാക്ഷൻ നടക്കാതൊന്നും ഇരിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ്. റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും എത്ര റിയാക്ടൻ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ടോ അത്രയും പേര് തിരിച്ച് റിയാക്ടൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ കാണാൻ പറ്റുന്ന, ഒന്നും നടന്നില്ലെന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്താ, 20-80 ആയിരുന്നെങ്കിൽ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ 5 പേര് ഇങ്ങോട്ട് വന്നാൽ ഇവിടുന്ന് തിരിച്ച് 5 പേര് അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ 5 പേര് കുറഞ്ഞു, ഇവിടെ 5 പേര് കൂടി. തിരിച്ചു വരുമ്പോഴോ ഇവിടെ 5 പേര് കുറഞ്ഞു, ഇവിടെ 5 പേര് കൂടി. പഴയ കണക്ക് തന്നെ ആവും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും എന്ത് സെയിം ആയിരിക്കും, റേറ്റ് സെയിം ആയിരിക്കും. അതായത് എത്ര പേര് മാറുന്നോ അത് സെയിം ആയിരിക്കും. അല്ലാതെ ഇവിടുന്ന് 4 പേര് പോയി ഇവിടുന്ന് 5 പേര് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് സെയിം അല്ല. കാരണം ഒരിടത്ത് ചേഞ്ച് ആകുന്ന 4 പേരും ഒരിടത്ത് ചേഞ്ച് ആകുന്ന 5 പേരും. ഈ കണ്ടീഷനെ നമുക്ക് ഒരിക്കലും ഇക്വിലിബ്രിയം എന്ന് വിളിക്കാൻ പറ്റില്ല. ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ, എങ്കിലേ അവരുടെ എമൗണ്ട് സെയിം ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, ഈ കണ്ടീഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഈ കണ്ടീഷനിൽ റിയാക്ടൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണെന്ന് ആരും വിചാരിക്കരുത്. റിയാക്ടൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം അല്ല, അവിടെ പ്രോഡക്റ്റ് തന്നെയാണ് കൂടി നിൽക്കുന്നത്, റിയാക്ടൻറ്റ് കുറവാണ്. എന്താ സംഭവിക്കുന്നത് ഇക്വിലിബ്രിയത്തിൽ റിയാക്ഷൻ ഹാപ്പനിങ് ആണ്, റിയാക്ഷൻ നടക്കുന്നുണ്ട്. റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ടിടുക, തെറ്റാണ്. റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്ന, 2 പേരുടെയും റേറ്റ് സെയിം ആണ്. അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്ക് തോന്നുന്നത് നോ റിയാക്ഷൻ ഈസ് ഹാപ്പനിങ്, അങ്ങനെയായിരിക്കും നമുക്ക് വിസിബിൾ ആകുന്നത്. പക്ഷെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് സെയിം ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തായിരുന്നു. ഓക്കെ, ആ റിയാക്ഷൻ ഒന്നും കൂടെ എഴുതാം, മൊത്തം മെസ്സായി. ഓക്കെ, സോ നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ആ റിയാക്ഷൻ ഇങ്ങനെയാണ്, നമ്മൾ നേരത്തെ എഴുതിയ റിയാക്ഷൻ തന്നെ. AA പ്ലസ് BB റിവേഴ്സിബിളി ഗീവ്സ് CC പ്ലസ് DD. ഇക്വിലിബ്രിയത്തിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് ലോ ഓഫ് ഇക്വിലിബ്രിയം പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് എടുത്തു കഴിഞ്ഞാൽ, എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് റിയാക്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താ വിളിക്കുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. 2 ടൈപ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ട്. ഒന്നാമത്തത് KCയും രണ്ടാമത്തത് KP. KC എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേഷനിലായിരിക്കും. KP എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ, നമ്മൾ എടുക്കുന്ന എന്തിലായിരിക്കും? പ്രഷറിലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം KC എഴുതാം, then KP എഴുതാം. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് ആണ്. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ പ്രഷർ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ പ്രഷർ. എപ്പോഴും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ് ആണ്. അത് C ആകുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും, P ആകുമ്പോൾ പ്രഷർ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ പ്രഷർ ഓഫ് റിയാക്ടന്റ്. ഓക്കെ, ഇനി കോൺസെൻട്രേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, 2 പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D, 2 പ്രോഡക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ? റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഓക്കെ, തീർന്നില്ല. നമുക്ക് കോഎഫിഷ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ അവരവരുടെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ കോഎഫിഷ്യന്റ് ആരുണ്ട്? C ഉണ്ട്, അതിന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ കോഎഫിഷ്യന്റ് ആരുണ്ട്? D ഉണ്ട്, അതിന്റെ പവർ ആയിട്ട്. ഇവർക്കിടയ്ക്ക് ഇൻറ്റു ആണേ. ഓക്കെ, ദെൻ എയുടെ പവർ ആയിട്ട് എന്തുണ്ട്? എയുടെ കോൺസെൻട്രേഷൻ ആയിട്ട് എയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് എന്തുണ്ട്? A ഉണ്ട്, അതിനെ പവർ ആക്കി കൊടുക്കുക. ബിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് B ഉണ്ട്, പവർ ആക്കി കൊടുക്കുക. നമുക്കൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. നോക്കിക്കോണേ, N2 പ്ലസ് 3H2 റിവേഴ്സിബിളി ഗീവ്സ് 2NH3. ഓക്കെ, ഇതിന്റെ KC എഴുതി നോക്കാം. ഓക്കെ, KC എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റ് ആരാ? NH3യുടെ കോൺസെൻട്രേഷൻ. കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, അതിനെ പവർ ആക്കി കൊടുക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ
റിയാക്റ്റൻ്റ് ആരൊക്കെയാണ്? 2 പേരുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് N2. കോഎഫിഷ്യൻ്റ് ഉണ്ടോ? 1 ആണ് കോഎഫിഷ്യൻ്റ്, അതുകൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി എന്താ? കോൺസെൻട്രേഷൻ ഓഫ് H2. ഇവിടെ ഇൻറ്റു ആണ് കോൺസെൻട്രേഷൻ ഓഫ് H2. H2ൻ്റെ കോഎഫിഷ്യൻ്റ് ആരായിട്ട്? 3. പവറാക്കി കൊടുക്കാം. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ KC എഴുതുന്നത്. ഇനി നമുക്ക് KP ഒന്ന് എഴുതി നോക്കാം. KP എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്റ്റൻ്റ് തന്നെയാണ്, പക്ഷേ എന്തിൻ്റെ ടേമിൽ എഴുതണം? പ്രഷറിൻ്റെ ടേമിൽ എഴുതണം. അപ്പോൾ പ്രഷർ ടേമിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. പ്രഷർ ഓഫ് പ്രോഡക്റ്റിൽ ഒന്നാമത്തെ ആൾ C, പ്രഷർ ഓഫ് C ഇൻറ്റു പ്രഷർ ഓഫ് ഡിയുടെ പ്രഷർ, സിയുടെ പ്രഷർ, ഡിയുടെ പ്രഷർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് A ഇൻറ്റു പ്രഷർ ഓഫ് B. കണ്ടോ? കോൺസെൻട്രേഷന് പകരം എന്ത് കൊടുത്തതേ ഉള്ളൂ? P എന്ന ടേം കൊടുത്തതേ ഉള്ളൂ. പ്രഷറിന് നമുക്ക് പ്രത്യേകിച്ച് സിമ്പിൾ ഒന്നുമില്ല, P എന്ന് കൊടുത്തേ പറ്റൂ. P എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. കോൺസെൻട്രേഷന് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. കോൺസെൻട്രേഷന് ചിലവർ C എന്ന ലെറ്റർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ പ്രഷറിന് P എന്നല്ലേ, അപ്പോൾ കോൺസെൻട്രേഷന് C. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, CC ഇൻറ്റു CD ഡിവൈഡഡ് ബൈ CA ഇൻറ്റു CB. ഇങ്ങനെയും എഴുതാറുണ്ട് ചിലർ കേട്ടോ. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ചിലവർ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്തത് സ്ക്വയർ ബ്രാക്കറ്റ് തന്നെയാണ്, അതാണ് കോൺസെൻട്രേഷന് പകരം. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എന്നാണ്. കോൺസെൻട്രേഷന് പകരമാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തത്. ചിലർ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം കോൺസെൻട്രേഷന്റെ C യൂസ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ പ്രഷറിന് P യൂസ് ചെയ്യില്ലേ, അതേ നമുക്ക് കോൺസെൻട്രേഷന് C എന്ന് പറയുന്ന ലെറ്ററും യൂസ് ചെയ്യാറുണ്ട്. അത്ര വലിയ കാര്യമല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ഈ റൈസ് ടു അതിൻ്റെ ഈ സിയുടെ റൈസ് ടു ആയിട്ട് കൊടുക്കുക, CC DD CA CB ഇങ്ങനെ കൊടുത്തേക്കാം. നമുക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെയും അതേ കണക്ക് തന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് റൈസ് ടു ആക്കി കൊടുക്കുക. PC റൈസ് ടു C, PD റൈസ് ടു D, PA റൈസ് ടു A, PB റൈസ് ടു B. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിൽ KP എന്ന് എഴുതി നോക്കാം. KP ഇസ് ഈക്വൽ ടു, ഓക്കെ, ആദ്യം പ്രോഡക്റ്റ് ആരാ? NH3. അപ്പോൾ പ്രഷർ ഓഫ് NH3, അതിൻ്റെ എന്തുണ്ട്? കോഎഫിഷ്യൻ്റ് 2 ഇല്ലേ, അപ്പം ഇതിങ്ങനെ പ്രഷർ ഓഫ് NH3യുടെ സ്ക്വയർ, അതായത് NH3യുടെ പ്രഷർ എത്രയാണോ അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ, പിന്നെ ആരുണ്ട്? പ്രഷർ ഓഫ് N2ന് കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ട. പിന്നെ ആരുണ്ട്? പ്രഷർ ഓഫ് H2 അതിൻ്റെ ക്യൂബ്. ഇതാണ് KPയും KCയും. അപ്പോൾ KPയും KCയും എഴുതാൻ പഠിച്ചു വെച്ചേക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് എഴുതി വെച്ചേക്കുക. KCയെ നമ്മൾ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ KCയെ, ഈ ഇക്വേഷനകത്തുള്ള KCയെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇങ്ങോട്ട് എഴുതുകയാണ്, KC ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് NH3. കണ്ടോ? അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം C എന്നിട്ടേക്കുന്നതേ ഉള്ളൂ. പിന്നെ NH3യുടെ കോഎഫിഷ്യൻ്റ് 2, ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് NH3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ, പിന്നെന്താ? കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു, പിന്നെന്താ? കോൺസെൻട്രേഷൻ ഓഫ് H2ൻ്റെ ക്യൂബ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തന്നാലും നിങ്ങൾ ഡൗട്ട് അടിക്കരുത്, എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, എല്ലാം എഴുതുന്ന ഒരേ രീതിയിൽ തന്നെയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്റ്റന്റ് ആണ്. അത് കോൺസെൻട്രേഷൻ ആകുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റോ സീന്നോ കൊടുക്കുക, പ്രഷർ ആകുമ്പോൾ പീന്നോ കൊടുക്കുക. എന്തെങ്കിലും കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ ആക്കി റെപ്രസെന്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ KPയും KCയും. ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ബേസിക് മോഡൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മുടെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, അതായത് ഞാൻ ഈ റിയാക്ഷൻ എഴുതിയിട്ടുണ്ടല്ലോ, N2 പ്ലസ് H2 ഗീവ്സ് 2NH3 എന്ന് പറഞ്ഞ റിയാക്ഷൻ്റെ കേസ് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ കേസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഈ ഇക്വേഷനെ ഞാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2N2 പ്ലസ് 6H2 റിവേഴ്സിബിളി ഗീവ്സ് 2 ഉണ്ടല്ലേ, 4NH3. ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ കിട്ടുന്നത്. ഇതിൻ്റെ KC എഴുതുകയാണ്, ഇതിൻ്റെ KC എഴുതണം. അപ്പോൾ KC ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് NH3യുടെ റൈസ് ടു 4 അല്ലേ, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2ൻ്റെ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2ൻ്റെ 6. ഓക്കെ, ഞാൻ ഇതിനെ ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. നോക്കിക്കോണേ, കോൺസെൻട്രേഷൻ ഓഫ് NH3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2ൻ്റെ ക്യൂബ് ദ ഹോൾ റൈസ് ടു 2. ഇങ്ങനെ കൊടുക്കാം. എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഇവിടുന്ന് നമ്മൾ കോമൺ ആയിട്ട് 2നെ പുറത്തെടുത്തു. ഈ 2നെ അകത്തോട്ട് കയറ്റി നോക്കിക്കേ,
എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ, എ റൈസ് ടു എം എൻ, 2 × 2 4 വരും, 4. പിന്നെ ഇവിടെ 1 ആണ്, 1 × 2 2 വരും, 3 × 2 6 വരും. കണ്ടോ, ഇത് തന്നെ തിരിച്ചു കിട്ടും. ഇതിന് പകരം എനിക്ക് എന്തെന്ന് കൊടുക്കാം? NH3 സ്ക്വയർ ഡിവൈഡ് ബൈ N2 × H3 ക്യൂബിന് വേണമെങ്കിൽ KC എന്ന് കൊടുക്കാം. അപ്പം KC സ്ക്വയർ ആയിരിക്കും. അതായത് നമ്മൾ എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന KC എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ, അതിൻ്റെ എന്താ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ ഇവിടെ KC⁻³ എന്ന് വന്നേനെ. 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ KC⁻4 എന്ന് വന്നേനെ. അതായത് ഏത് ഇക്വേഷനെയാണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ പുതിയ KC എന്ന് പറയുന്നത് പഴയ KCയുടെ ആ റൈസ് ടു പവർ ആയിരിക്കും. നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ KC ഉണ്ടല്ലോ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടും, അതിൻ്റെ KC എന്ന് പറയുന്നത് പഴയ KC ഉണ്ടല്ലോ, അതായത് മൾട്ടിപ്ലൈ ചെയ്തതിന് മുന്നുള്ള KC, ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആ ഏത് നമ്പർ വെച്ചാണോ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പവർ ആയിരിക്കും. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പുതിയ KC എന്ന് പറയുന്ന പഴയ KCയുടെ സ്ക്വയർ ആണ്. 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ പുതിയ KC എന്ന് പറയുന്നത് പഴയ KCയുടെ ക്യൂബ് ആയാണ്. 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ പുതിയ KC പഴയ KCയുടെ റൈസ് ടു 4 ആയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അതായത് പുതിയ KCയും പഴയ KC, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സെക്ഷനിൽ ഇത് ചോദിക്കുന്നത്. അത് ഇങ്ങനെ ഞാൻ ഇപ്പം പഠിപ്പിച്ചാണ് കല്ല ചോദിക്കുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയുകയാണ്. ഓക്കെ, ഇതിന് ഞാൻ 1/2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം അതും നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് 1/2 കൊണ്ട് ഈ സെയിം ഇക്വേഷനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് മാറ്റം വരുമോ നോക്കാം. ജസ്റ്റ് 1/2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇത് ഞാൻ KC1 എന്ന് വിളിക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ 1/2 N2 പ്ലസ് 3/2 H2 റിവേഴ്സിബിളി ഗിവ്സ് NH3, ഇതാണ് കിട്ടുന്നത് അല്ലേ. ഞാൻ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 1/2 വരും, ഇവിടെ 3/2 വരും, 2/2 1 വരും. ഇതിൻ്റെ KC എന്ന് എഴുതി നോക്കാം. KC ഇവിടെ 1 അല്ലേ, അപ്പോൾ ഇതിനെ KC2 എന്ന് വിളിക്കാം, പുതിയ KC അല്ലേ. ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NH3 divided by concentration of N2 raised to 1/2 into concentration of H2 raised to 3/2, ഇങ്ങനെയല്ലേ കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ഞാൻ 1/2 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇവിടെ 2/2 എന്ന് കൊടുക്കാം നമുക്ക്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരത്തില്ല, 2/2 എന്ന് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല, അല്ലെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് വരും. 2/2 എന്ന് കൊടുക്കുകയാണ്, അതായത് ഞാൻ ഒന്നിനെയും മാറ്റുന്നില്ല. 2/2 1 എടുക്കാം, കുഴപ്പമില്ല, പക്ഷേ ഒന്നിനെയും മാറ്റുന്നില്ല, അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, NH3 സ്ക്വയർ ഡിവൈഡഡ് ബൈ N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 ക്യൂബ് ഹോൾ റൈസ് ടു 1/2. ഞാൻ എടുത്തോളി. അതായത് ഇവിടുന്ന് കോമൺ ആയിട്ട് ഞാൻ ആരെ പുറത്തെടുത്തു? 1/2 പുറത്തെടുത്തു. ഇനി ഈ 1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 1/2 ഇൻറ്റു A റൈസ് ടു M ദ ഹോൾ റൈസ് ടു N എന്താ? A റൈസ് ടു M N ആണ്, M ഇൻറ്റു N ആണ്. അപ്പം ഇത് A റൈസ് ടു M ദ ഹോൾ റൈസ് ടു N, ഇതിൻ്റെ ഹോൾ ബ്രാക്കറ്റ് അല്ലേ. അപ്പം 2 × 1/2 വരും. 2 × 1/2 എന്ന് പറഞ്ഞാൽ 2/2 ആണ്. 2/2 1 എന്ന് എടുക്കാം, പക്ഷേ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇനി ഈ 1/2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, ഇവിടെ 1 ആണ്, 1 × 1/2 1/2 വരും. ഇവിടെ 3 ആണ്, 3 × 1/2 3/2 വരും. ശരിയല്ലേ? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് KC2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇതിനെയാണല്ലോ KC1 എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് KC1 എന്ന് വിളിക്കുന്നത്. KC1 റൈസ് ടു 1/2 ആണ്. ഈ നമ്പർ റൈസ് ടു 1/2 മീൻസ് റൂട്ട് എടുക്കുകയാണ്. ഈ നമ്പർ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുകയാണ്. 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുകയാണ്. അപ്പം റൂട്ട് KC1 ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ 1/2 കാണില്ല, റൂട്ട് KC1 ആയിരിക്കും കാണുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുകയാണ്, പകുതി എടുക്കുക എന്ന് വെച്ചാൽ റൂട്ട് എടുക്കുകയാണ്. അപ്പം റൈസ് ടു പകുതി എടുക്കുക കേട്ടോ, അങ്ങനെയാണ്. അല്ലാതെ പകുതി എടുക്കുക എന്ന് പറയുമ്പോൾ /2 അല്ല, റൈസ് ടു 1/2 എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, ഒരാളെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് റിയാക്ഷൻ കോഷ്യന്റ് ആണ്. റിയാക്ഷൻ കോഷ്യന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. Q റിയാക്ഷൻ കോഷ്യന്റ്. അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണക്ക് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇതേ കണക്ക് തന്നെയാണ് എഴുതുന്നത്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, ഇതേ കണക്ക് തന്നെയാണ്. പക്ഷെ എഴുതുന്നത് ഇക്വിലിബ്രിയം ആയിരിക്കുമ്പോൾ അല്ല. ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ അല്ല എഴുതുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റിയാക്ഷൻ കോഷ്യന്റ്.
ഇക്വിലിബ്രിയത്തിൽ എഴുതാൻ അതിനെ വിളിക്കുന്ന പേര് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇത് നമ്മൾ എഴുതിയത് ഇക്വിലിബ്രിയത്തിലാണ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. ഇതേ കണക്ക് തന്നെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ തന്നെയാണ് റിയാക്ഷൻ കോഷ്യന്റും. പക്ഷെ എപ്പോഴല്ല, ഇക്വിലിബ്രിയത്തിലല്ല. അതായത് ഇക്വിലിബ്രിയം ആകുമ്പോഴേക്കും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. പക്ഷേ ഇക്വിലിബ്രിയത്തിന് മുന്നേ എഴുതി കഴിഞ്ഞാൽ ആരുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. അപ്പം റിയാക്ഷൻ കോഷ്യന്റ് എഴുതുകയാണെങ്കിൽ അവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ കെയെ കാട്ടിയും കൂടുതലാണെങ്കിൽ, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ കോഷ്യന്റ്. കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എപ്പോഴാണ് എഴുതുന്നത്? ഇക്വിലിബ്രിയത്തിൽ. റിയാക്ടന്റ് കോഷ്യന്റ് എപ്പോഴാണ് എഴുതുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണക്ക് തന്നെയാണ് റിയാക്ഷൻ കോഷ്യന്റ് എഴുതുന്നത്. എങ്ങനെ? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രഷർ ഡിവൈഡ് ബൈ റിയാക്ടന്റിന്റെ പ്രഷർ. ഇങ്ങനെ തന്നെയാണ് റിയാക്ഷൻ കോഷ്യന്റ് എഴുതുന്നത്. പക്ഷെ എപ്പോഴല്ല? ഇക്വിലിബ്രിയത്തിലല്ല. ഇക്വിലിബ്രിയത്തിൽ എഴുതിയാൽ എന്തായിട്ട് മാറും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഇക്വിലിബ്രിയത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? റിയാക്ഷൻ കോഷ്യന്റ് ആയിട്ട് മാറും. റിയാക്ഷൻ കോഷ്യന്റ് അല്ലെങ്കിൽ ക്യൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ റിയാക്ഷൻ കോഷ്യന്റിനെ കാട്ടിയും കുറവാണെങ്കിൽ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ ആരാ കൂടുതൽ? പ്രോഡക്റ്റ് ആണ് കൂടുതൽ. റിയാക്ഷൻ കോഷ്യന്റ് ആകുമ്പോൾ ആരാ കൂടുതൽ? റിയാക്ടന്റ് ആണ് കൂടുതൽ. കാരണം ഇക്വിലിബ്രിയം പറയുന്നത് പ്രോഡക്റ്റ് ഫോം ചെയ്ത്, ഒരുപാട് പ്രോഡക്റ്റ് ഫോം ചെയ്ത് റിയാക്ഷൻ തീരാകുമ്പോഴാണ് ഇക്വിലിബ്രിയം വരുന്നത്. ഒരു 80% റിയാക്ഷൻ അല്ലെങ്കിൽ 75% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അതിനു മുന്നേ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ആരുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പം ഈ ക്യൂവിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് റിയാക്ടന്റിന്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. കാരണം ക്യൂവിന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ വാല്യൂ കൂടുക എന്നാണ്. അപ്പം റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂവിനെ കാട്ടിയും കൂടി നിന്നാൽ റിയാക്ടന്റിന്റെ എമൗണ്ട് ആയിരിക്കും റിയാക്ഷനിൽ കൂടുതൽ. അതായത് റിയാക്ഷൻ സ്ലോ ആയിരിക്കും. റിയാക്ഷൻ സ്ലോ മീനിങ് എന്താ? റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നില്ല, റിയാക്ഷൻ സ്ലോ ആണ്. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയാലല്ലേ റിയാക്ഷൻ ഫാസ്റ്റ് ആവും. ഇപ്പൊ ഇവിടെ റിയാക്ഷൻ എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. ഇനി ക്യൂവിന്റെ വാല്യൂ ലെസ് ദാൻ കെ ആണെങ്കിൽ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് കൂടുതൽ, അപ്പം കെയുടെ വാല്യൂ ആണ് കൂടുതൽ. കെയുടെ വാല്യൂ കൂടിയാൽ ആരാ കൂടിയിരിക്കുന്ന? പ്രോഡക്റ്റ് ആണ് കൂടിയിരിക്കുന്നത്. അപ്പം പ്രോഡക്റ്റിന്റെ വാല്യൂ ആരെക്കാട്ടിയും കൂടുതലായിരിക്കും? റിയാക്ടന്റിനെക്കാട്ടിയും കൂടുതലായിരിക്കും. അതായത് റിയാക്ഷൻ എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. കാരണം പ്രോഡക്റ്റിന്റെ എമൗണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പ്രോഡക്റ്റിന്റെ എമൗണ്ട് കൂടുതൽ ഫാസ്റ്റ് ആവുക എന്നാണ്. ഇനി ക്യൂവിന്റെ വാല്യൂവും കെയുടെ വാല്യൂവും ഈക്വൽ ആണെങ്കിലോ, അതായത് ക്യൂ കിട്ടിയ വാല്യൂവും കെ കിട്ടിയ വാല്യൂവും ഈക്വൽ വാല്യൂ ആണ്. അതിന്റെ മീനിങ് നമ്മൾ എടുത്തേക്കുന്ന കണ്ടീഷൻ ഇക്വിലിബ്രിയം ആണ്. കാരണം ഇക്വിലിബ്രിയം ആകുമ്പോഴാണ് രണ്ടുപേരുടെയും വാല്യൂ എന്താകുന്നത്? സെയിം ആകുന്നത്. കാരണം രണ്ടുപേരും എഴുതുന്നത് ഒരേ കണക്കാണ്, പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ്. അപ്പോൾ രണ്ടുപേരുടെയും വാല്യൂ സെയിം ആകണമെങ്കിൽ നമ്മൾ ഏത് കണ്ടീഷനിൽ എടുക്കണം? രണ്ടുപേരെയും ഇക്വിലിബ്രിയത്തിൽ എടുക്കണം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ക്യൂവും കെയും വെച്ചിട്ട്. അത് നമുക്ക് ബോക്സ് പോലെ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് പോലെ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, എന്താ റിയാക്ഷൻ സ്ലോ ആണെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കും. റിയാക്ഷൻ സ്ലോ ആകുമ്പോൾ റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കും. അതിന് താഴെ ക്യൂ ഗ്രേറ്റർ ദാൻ കെ, ക്യൂ ലെസ് ദാൻ കെ, ക്യൂ ഈക്വൽ ടു കെ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യണം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ഇതിനകത്ത് നോക്കാനുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ഇക്വേഷനും കൂടെ ഇതിനകത്ത്. ആ ഇക്വേഷൻ ഇതാണ്. ഈ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ, അതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ, ഇതെല്ലാം നമുക്ക് വേണ്ടതാണ് കേട്ടോ. തിയറിയിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഒരു വലിയൊരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, മുട്ടൻ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഇതാണ്. കെ പി സിക്കൽ ടു, ഡെറിവേഷനിലോട്ട് ഒന്നും ഞാൻ പോകുന്നില്ല, അത് നമുക്ക് വേണ്ട. കെ പി സിക്കൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ ഐ, ഇതാണ് ഇക്വേഷൻ. കെ പി സിക്കൽ ടു കെ സി ഇൻറ്റു ആർ ടി ദ ഹോൾ റൈസ് ടു ഡെൽറ്റ ഐ. കെ പി എന്ന് പറയുന്നത് കെ സിയുടെ കൂടെ ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് 2-3 കണ്ടീഷൻ, അത് എക്സാമിന് ചോദിക്കുന്ന കണ്ടീഷൻസ് ആണ്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കയ്യിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് മൈനസ്
റിയാക്ടന്റിന്റെ കയ്യിലുള്ള ഗ്യാസ് മോളിക്യൂൾസ്. നമ്മളിത് എന്താൽപ്പി പഠിച്ചപ്പോഴത്തേക്ക് ഡെൽറ്റ എന്നിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഡെൽറ്റ എൻ തന്നെയാണ് ഈ ഡെൽറ്റ എൻ. റിയാക്ടന്റിന്റെ കയ്യിലുള്ള ഗ്യാസ് മോളിക്യൂൾസ്. ഒരു ഇക്വേഷൻ എന്നാൽ പ്രൊഡക്റ്റിന്റെ കയ്യിൽ എത്ര ഗ്യാസ് മോളിക്യൂൾ ഉണ്ട് മൈനസ് റിയാക്ടന്റ് സൈഡിൽ എത്ര ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്. അതാണ് ഡെൽറ്റ എന്നിന്റെ വാല്യൂ തരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആയ, അതായത് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഇങ്ങനെ തരും, N2 പ്ലസ് H2 വേണ്ട, H2 പ്ലസ് Cl2 ഗീവ്സ് 2HCl എന്ന് തരും. അപ്പം ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങളെ തന്നിട്ട് ചോദിക്കും, വേണ്ട H2 പ്ലസ് Cl2 ഗീവ്സ് 2HCl. അത് റിവേഴ്സിബിൾ ആരോക്കെയാണ് കേട്ടോ, റിവേഴ്സിബിൾ ആരോക്കെയാണ്. ഇങ്ങനെ തന്നിട്ട് ചോദിക്കും, ഇവിടെ KPയും KCയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്ത് KPയോ KCയോ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ KPയും KCയും തമ്മിലുള്ള റിലേഷൻ എന്തുവാ എന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷെ നമുക്കറിയാം KP എന്ന് പറയുന്നത് KC ഇൻറ്റു RT ദ ഹോൾ റൈസ് ടു ഡെൽറ്റ എൻ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഡെൽറ്റ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ എന്നിന്റെ വാല്യൂ എത്ര? പ്രൊഡക്റ്റിന്റെ സൈഡിൽ എത്ര ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്? HCl ഗ്യാസ് ആണെന്ന് വിചാരിക്കും. HCl ആക്ച്വലി ഗ്യാസ് ആണ്. അത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ലിക്വിഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എത്ര ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്? 2 മൈനസ് പ്രൊഡക്റ്റിന്റെ സൈഡിൽ റിയാക്ടറിന്റെ സൈഡിൽ എത്ര ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്? ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും. 2 മൈനസ് 2 എത്ര കിട്ടി? 0 കിട്ടി. ഓക്കെ, 0 കിട്ടിയല്ലോ. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത്? KP is equal to KC ഇൻറ്റു RT ദ ഹോൾ റൈസ് ടു 0. ഈ R ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു വാല്യൂ ഉണ്ട്. ടിയും കോൺസ്റ്റന്റ് ആണ്, വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പം KP is equal to എന്തായിരിക്കും? KC ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഈ ഇക്വേഷൻ തന്നിട്ട് ഇവിടെ KPയും KCയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ KP is equal to KC എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. KPയും KCയും സെയിം ആണെങ്കിൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇത് എനിക്ക് വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കും. ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ, അതായത് ഇവിടുത്തെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 കിട്ടും. അപ്പം നിങ്ങൾക്ക് KP കിട്ടണമെങ്കിൽ KCയോടൊപ്പം ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പം ആരുടെ വാല്യൂ ആയിരിക്കും കൂടുതൽ? KPയുടെ വാല്യൂ ആയിരിക്കും KCയെക്കാട്ടിയും കൂടുതൽ. കാരണം എന്താ? KP കിട്ടണമെങ്കിൽ KCയോട് കൂടി ഈ ഡെൽറ്റന്റെ വാല്യൂ പോസിറ്റീവ് അല്ലേ, KCയുടെ കൂടെ ഒരു പോസിറ്റീവ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ പോസിറ്റീവ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് KP അല്ലേ കൂടേണ്ടത്. കാരണം KP കിട്ടണമെങ്കിൽ KCയുടെ കൂടെ ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ KP ആയിരിക്കും വലുത്. ഇനി ഡെൽറ്റ എൻ ലെസ് ദാൻ 0 ആണെങ്കിലോ? ഡെൽറ്റ എന്നിന്റെ വാല്യൂ കുറവാണെങ്കിലോ? നെഗറ്റീവ് ആണെങ്കിലോ? ലെസ് ദാൻ 0 മീൻസ് നെഗറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ KP കിട്ടണമെങ്കിൽ KCയുടെ കൂടെ ഒരു നെഗറ്റീവ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? കാരണം KC പോസിറ്റീവ് ആണ്. നമുക്ക് പോസിറ്റീവിന്റെ കൂടെ ഒരു നെഗറ്റീവ് വാല്യൂ ഇവിടെ ഇതങ്ങ് നെഗറ്റീവ് ആയിട്ട് മാറും. കാരണം എന്താ? ഡെൽറ്റ എന്നിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതങ്ങ് ഫുൾ അങ്ങ് നെഗറ്റീവ് ആവും. അപ്പം നെഗറ്റീവും പോസിറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത്. അപ്പോൾ KPയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ KCയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പം KCയുടെ വാല്യൂ ആയിരിക്കും ആരെക്കാട്ടിയും കൂടുതൽ? KPയെക്കാട്ടിയും. സോ KC ഗ്രേറ്റർ ദാൻ KP. ഇതാണ് കണ്ടീഷൻ. അപ്പം ഇത്രയുമാണ് ഒന്നാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയവും പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ദെൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, അതിനകത്ത് ഇക്വേഷനകത്ത് ചേഞ്ച് പറ്റിയാൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത്, പിന്നെ ഈ റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ബന്ധം, അവിടെ ആര് കൂടിയാൽ ഏത് റിയാക്ഷൻ ആയിരിക്കും, സ്ലോ ആയിരിക്കോ ഫാസ്റ്റ് ആയിരിക്കോ പ്രൊഡക്റ്റ് ആയിരിക്കോ റിയാക്റ്റൻ്റ് ആയിരിക്കോ കൂടുതൽ, അത് ദെൻ ഡെൽറ്റ എൻ്റെ വാല്യൂ വെച്ചിട്ട് KPയും KCയും തമ്മിലുള്ള ബന്ധം. ഇത്രയുമാണ് ഒന്നാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കുക, ക്ലിയർ ആക്കുക, കവർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമല്ലോ, നേരെ നമ്മൾ ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അപ്പോൾ ഇത് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കാൻ. കാരണം എന്താ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ലെക്ചർ നോട്ട്സ് മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, പഠിച്ചിട്ട് വേണേൽ വരാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം.